നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. തൃശൂരിൽ ATM കവർച്ച നടത്തിയ സംഘം പിടിയിൽ. ഹരിയാന സ്വദേശികളെ പിടികൂടിയത് നാമക്കലിൽ നിന്ന്. തമിഴ്നാട് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊള്ളസംഘത്തിലെ ഒരാൾ കൊല്ലപ്പെട്ടു. കയ്പമംഗലത്ത് ഇറീഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ സ്വദേശിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി ആംബുലൻസിൽ ഉപേക്ഷിച്ച കേസിൽ 9 പ്രതികൾ അറസ്റ്റിൽ. മാളക്കോട്ടക്കൽ സെന്റ് തെരേസാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ബിരുദദാന ചടങ്ങും നടന്നു. റിഗാലിയ ചടങ്ങിന്റെ ഉദ്ഘാടനം മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂരിൽ ATM കവർച്ച നടത്തിയ സംഘം പിടിയിൽ. ഒരാൾ കൊല്ലപ്പെട്ടു. നാമക്കലിൽ നിന്നുമാണ് പ്രതികളെ തമിഴ്നാട് പോലീസ് പിടികൂടിയത്. പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊള്ളസംഘത്തിലെ ഒരാൾ കൊല്ലപ്പെട്ടു. 2 പോലീസുകാർക്കും കവർച്ച സംഘത്തിൽപ്പെട്ട ഒരാൾക്കും പരിക്കേറ്റു. 3 ATM സെന്ററുകളിൽ നിന്നായി 65 ലക്ഷം രൂപയാണ് ഹരിയാന സ്വദേശികളായ സംഘം കൊള്ളയടിച്ചത്. തൃശൂർ, ഷൊർണൂർ റോഡ്, മാപ്രാണം, കോലഴി എന്നിവിടങ്ങളിലെ ATMകളിൽ നിന്നാണ് കൊള്ളസംഘം പണം കവർന്നത്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് കവർച്ച നടന്നത്. കയ്പമംഗലത്ത് ഇറീഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ സ്വദേശിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി ആംബുലൻസിൽ ഉപേക്ഷിച്ച കേസിൽ 9 പ്രതികൾ അറസ്റ്റിൽ. കണ്ണൂർ അഴീക്കോട് സ്വദേശി സാബിറാസ്, കപ്പക്കടവ് മുഹമ്മദ് സാദിഖ്, തലശ്ശേരി തോട്ടട ബൈത്തുൽ ഷർമിന സലീം, കണ്ണൂർ അഴീക്കോട് സ്വദേശികളായ കടപ്പുറത്തകത്ത് കാക്കി ഫായിസ്, മുടുവൻ്റകത്ത് വീട്ടിൽ മുജീബ്, തൃശൂർ അരണാട്ടുകര കാർത്തിക വീട്ടിൽ ദിലീപ് ചന്ദ്രൻ, ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂർ ചെന്നറ ധനേഷ്, എറണാകുളം ഉദയം പേരൂർ വൈഷ്ണവം വീട്ടിൽ സുരേഷ്, ഏറിയാട് അഴീക്കോട് കുന്നിക്കുളത്ത് വീട്ടിൽ ഷിഹാബ്, ശ്രീനാരായണപുരം വൈക്കോട് സ്വദേശി കയ്യാത്ത് വീട്ടിൽ അഭയ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 23-ന് രാത്രി 11 മണിയോടെയാണ് കോയമ്പത്തൂർ സ്വദേശി ചാൾസ് ബെഞ്ചമിൻ എന്ന അരുണിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി ആംബുലൻസിൽ ഉപേക്ഷിച്ചത്. ഇറീഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് അരുണിനെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെ: കോടികൾ വിലമതിക്കുന്ന റേഡിയോ ആക്റ്റീവ് കപ്പാസിറ്റിയുള്ള ലോഹം റൈസ് പുള്ളർ അഥവാ ഇറീഡിയം സത്യമംഗലം കാടുകളിൽ ആദിവാസികളുടെ കൈവശമുണ്ടെന്നും അത് അവരിൽ നിന്നും വാങ്ങി വിൽപ്പന നടത്തിയാൽ 200 കോടി രൂപ ലാഭവിഹിതം നൽകാമെന്നും വിശ്വസിപ്പിച്ച് വാങ്ങുന്നതിനും മറ്റും ഉള്ള ചിലവിലേക്കായി കണ്ണൂർ സ്വദേശിയായ സാദിഖിൽ നിന്നും 65 ലക്ഷം രൂപ അരുണും കൊല്ലം ചവറ സ്വദേശി ശശാങ്കനും ചേർന്ന് മാസങ്ങൾക്ക് മുൻപ് വാങ്ങിയിരുന്നു. ഇറീഡിയം ലഭിക്കാതായതോടെ ഇവർ തട്ടിപ്പ് നടത്തിയതായും തിരിച്ചറിഞ്ഞതോടെ സാദിഖും കൂട്ടരും 22-ന് രാത്രി തൃശൂരിലെത്തുകയും ദിലീപ് ചന്ദ്രനുമായി ഗൂഢാലോചന നടത്തി 23-ന് രാവിലെ പുതുക്കാട് ടോൾ പ്ലാസ പരിസരത്തേക്ക് അരുണിനെയും ശശാങ്കനെയും വിളിച്ചു വരുത്തി കാറിൽ തട്ടിക്കൊണ്ടുപോയി കല്ലൂർ ഭാഗത്ത് റബ്ബർ തോട്ടത്തിൽ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ കൊണ്ട് പോയി മർദ്ദിക്കുകയായിരുന്നു. ഇവിടെ നിന്നും വട്ടണത്രയിലെ എസ്റ്റേറ്റിലും വൈകിട്ടോടെ പ്രതികളിലൊരാളായ ധനേഷിന്റെ വീട്ടിലെത്തിച്ചും വീണ്ടും മർദ്ദിച്ചു. ഇവിടെ വെച്ച് അരുൺ മരണപ്പെടുകയായിരുന്നു. തുടർന്ന് പ്രതികൾ ചേർന്ന് അരുണിന്റെ മൃതദേഹം കയ്പമംഗലം വഞ്ചിപ്പുരം ഭാഗത്തേക്ക് കാറിൽ കൊണ്ടുപോയി. ഈ സമയം മർദ്ദനമേറ്റ ശശാങ്കൻ വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. കയ്പമംഗലം ഫിഷറി സ്കൂളിനടുത്ത് വെച്ച് ആംബുലൻസ് വിളിച്ചു വരുത്തി അരുണിന് ആക്സിഡന്റിൽ പരിക്ക് പറ്റിയെന്നും ആശുപത്രിയിൽ എത്തിക്കണമെന്നും തങ്ങൾ പുറകെ വന്നു കൊള്ളാമെന്നും ആംബുലൻസ് ഡ്രൈവറെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആശുപത്രിയിലേക്ക് കയറ്റിവിടുകയും ചെയ്തു. ആംബുലൻസ് ഡ്രൈവർ അരുണിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർ പരിശോധിച്ച് മരണം സംഭവിച്ചിട്ട് കുറച്ചു നേരമായെന്ന് അറിയിച്ചതിനെ തുടർന്ന് കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ ഫോൺ വിളിച്ചറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് ആശുപത്രിയിലെത്തി അസ്വാഭാവികമായ മുറിവുകൾ കണ്ടെത്തി. അരുണിനെ ആംബുലൻസിൽ കയറ്റിവിട്ടവർ ആശുപത്രിയിൽ എത്തിയിട്ടില്ലെന്ന് മനസ്സിലാക്കി അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജുവിന്റെ നേതൃത്വത്തിൽ 4 സംഘങ്ങളായി തിരിഞ്ഞു നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ പിടികൂടി അറസ്റ്റ് ചെയ്തത്. കൊലപാതകത്തിന് ശേഷം മൃതശരീരം സ്ഥലത്തു നിന്ന് മാറ്റുന്നതിനുപയോഗിച്ച കാർ തിരൂരിൽ നിന്നും പോലീസ് കണ്ടെത്തി. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുമെന്നും SP പറഞ്ഞു. കൊലപാതകം നടന്ന നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ CCTV ക്യാമറകൾ പരിശോധിച്ച് പ്രതികളുടെ യാത്രാ വിവരങ്ങൾ ശേഖരിച്ചു. തൃശൂർ റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതികളുടെ ലൊക്കേഷനുകൾ പരിശോധിച്ച് കാര്യക്ഷമമായി നടത്തിയതിലൂടെയാണ് പ്രധാന പ്രതികളെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നതിന് സാധിച്ചതെന്നും പോലീസ് പറഞ്ഞു. കൊല്ലപ്പെട്ട അരുണിനെ ക്രൂരമായി പ്രതികൾ മർദ്ദിച്ചിരുന്നു. അരുണിന്റെ ദേഹത്ത് 70ഓളം മുറിവുകൾ ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.
മാള കോട്ടയ്ക്കൽ സെന്റ് തെരേസാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ബിരുദദാന ചടങ്ങും നടന്നു. റിഗാലിയ എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് നിർവഹിച്ചു. അവന് കൊടുക്കുന്ന അന്തസ്, കാരണം അവൻ ദരിദ്രനായത് അവൻ്റെ കുഴപ്പം കൊണ്ടല്ല, എൻ്റെ കുഴപ്പം കൊണ്ടാണെന്നുള്ള തിരിച്ചറിവ്, അവൻ അവകാശപ്പെട്ട സ്വത്ത് ഞാൻ കുമിഞ്ഞുകൂടി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അവൻ ദരിദ്രനായെന്നുള്ള തിരിച്ചറിവോടുകൂടി പാവപ്പെട്ടവരെ പരിഗണിക്കാൻ കഴിയുന്ന ഒരു മനോഭാവം. അതിലേക്കാണ് പാട്രിക്കും മിസ്സസ് പാട്രിക്കും ഇറങ്ങിയത് എന്ന് കണ്ടതിൽ അതിയായ സന്തോഷമുണ്ട്. അതുകൊണ്ട് അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇതെല്ലാം നമുക്ക് വലിയ മാതൃകകളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നെ സാറ് പറഞ്ഞു കൊച്ചു തള്ളാണ്, അത് വേറെ തിരുത്ത ആവശ്യമില്ല. എന്നാലും ആ ഭാഗത്തേക്ക് പോയി സമയം കളയുന്നില്ല, നമുക്കൊന്ന് സമയം പെട്ടെന്ന് തീർക്കേണ്ടത്. ഒത്തിരി സന്തോഷം ഈ മിടുക്കന്മാരുടെയും മിടുക്കികളുടെയും കൂട്ടത്തിൽ ഇവിടെ ആയിരിക്കാം. ഈ ജോലി സാർ എന്നെ വിളിച്ചപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത്, സാർ ഞങ്ങൾക്ക് കൊച്ചു സ്ഥാപനമാണ് വരുന്നത്. ആ ഒരൊറ്റ വാക്കുകൊണ്ടാണ് ഞാൻ പറയാൻ ആഗ്രഹം കൂടുതൽ പഠിപ്പിച്ചത്. കാരണം സാറിന് എന്നെ ആര് വിളിച്ചാലും അവേഴ്സിന്റെ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ 3 വീട്ടിലൂടെ 3 ലിസ്റ്റ് പറയും. അതുകൊണ്ട് സാറ് പറഞ്ഞു പറയും. അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഇത് തോന്നും. പക്ഷേ സാധാരണയല്ല പറഞ്ഞാൽ കൊച്ചു സ്ഥാപനമാണ്. അപ്പോൾ എനിക്ക് കൊച്ചു സ്ഥാപനങ്ങളിൽ പോകാൻ വലിയ സന്തോഷമാണ്. അത് എന്നെ വല്ലാതെ സ്പർശിച്ചു. അതാണ് ഇവിടെ വരാനുണ്ടായ ഒരു പ്രത്യേക കാരണം എന്നുകൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ഗ്രാജുവേഷൻ സെറിമണിയിൽ പങ്കുചേരുകയാണ്. ഗ്രാജുവേറ്റ്സ് ആയ എന്തെങ്കിലുമായിട്ട് ഒരു ഈ ഗൗണൊക്കെ എടുത്ത് ഫോട്ടോക്കെ എടുത്ത്, പണ്ടത്തെ കാലത്ത് ഒരു ഗ്രാജുവേറ്റ് ഒരു നാട്ടിലുണ്ടാവാമെന്നുള്ള ഇപ്പോൾ നിങ്ങളുടെ കാരണന്മാർക്ക് ചോദിച്ചറിയാൻ പറ്റും. അവരെടുത്തു വെച്ച പടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അന്ന് 3-4 ഗ്രാജുവേറ്റ്സ് അതിൽ കൂടുതൽ കാണാൻ വഴിയില്ല പ്രദേശത്ത്. ദേവമാത പ്രൊവിൻസ് വിദ്യാഭ്യാസ കൗൺസിലർ അധ്യക്ഷത വഹിച്ചു. കോളേജ് മാനേജർ ഫാദർ ജേക്കബ് ഞെരിഞ്ഞാമ്പള്ളി സന്ദേശം നൽകി. ചടങ്ങിൽ സുവർണ ജൂബിലി സ്മാരകമായി കോളേജിലെ ഭവനരഹിതനായ വിദ്യാർത്ഥിക്ക് നിർമ്മിച്ചു നൽകുന്ന ജൂബിലി ഭവനത്തിന് സൗജന്യമായി നൽകുന്ന ഭൂമിയുടെ രേഖകൾ സ്ഥല ഉടമ പാട്രിക് തൊമ്മാനയിൽ നിന്നും കോളേജ് മാനേജർ ഏറ്റുവാങ്ങി. കോട്ടയ്ക്കൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന MKR ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ കർമ്മ അവാർഡ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന WCCക്ക് നൽകുമെന്ന് ജൂറി അംഗങ്ങളായ സാറ ജോസഫ്, ഷീബ അമീർ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. MT വാസുദേവൻ നായർ ചെയർമാനായ ജൂറിയാണ് അവാർഡ് നിർണയം നടത്തിയത്. സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന അക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ അവർ നടത്തിയ പോരാട്ടത്തെ മാനിച്ചാണ് അവാർഡ് നൽകി ആദരിക്കുന്നത്. സ്വന്തം ജീവൻ പണയം വെച്ചും വലിയ അപമാനം സഹിച്ചും തൊഴിൽ നഷ്ടപ്പെട്ടും ഒറ്റപ്പെടുത്തപ്പെട്ടും വരുമാനമടക്കമുള്ള വൻ നഷ്ടങ്ങൾ കണക്കിലെടുക്കാതെയും വർഷങ്ങളോളം അവർ നടത്തിയത് ധീരമായ പോരാട്ടമാണ്. WCCയുടെ പ്രവർത്തനം സമൂഹത്തിൽ ദൂരവ്യാപകമായി തന്നെ ഗുണഫലങ്ങൾ ഉണ്ടാക്കുന്നതും സ്ത്രീയുടെ അന്തസ്സും അഭിമാനവും ഉയർത്തുന്നതും സാമൂഹിക മാറ്റത്തിന് കാരണമായി തീരുന്നതുമാണെന്നും ജൂറി വിലയിരുത്തി. നവംബർ ആദ്യവാരം ചെറുതുരുത്തി റിവർ റിട്രീറ്റിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് നൽകും. പൊയ്യ അഡാക്ക് ഫാമിനെ നശിപ്പിക്കാനുള്ള ഗൂഢനീക്കം ഉപേക്ഷിക്കുക, അശാസ്ത്രീയവും അപ്രായോഗികവുമായ ഡ്യൂട്ടി പരിഷ്കാരം ഉടൻ പിൻവലിക്കുക. KPCC ജനറൽ സെക്രട്ടറിയും INTUC പൊയ്യ അഡാക്ക് തൊഴിലാളി യൂണിയൻ പ്രസിഡന്റും മുൻ MLAയുമായ TU രാധാകൃഷ്ണനെ അധിക്ഷേപിച്ച അഡാക്ക് MDക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പൊയ്യ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. അഡാക്കിന് മുന്നിൽ നടത്തിയ ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. അശാസ്ത്രീയമായ രീതിയിൽ അല്ലെങ്കിൽ ഈ രാജ്യത്തിനകത്ത് നിലനിൽക്കുന്ന തൊഴിൽ നിയമവ്യവസ്ഥകൾക്കെല്ലാം തന്നെ വിരുദ്ധമാകുന്ന രീതിയിൽ 12 മണിക്കൂർ സമയമായി വർദ്ധിപ്പിച്ചതിന്റെ ഭാഗമായി ഈ സ്ഥാപനത്തിലെ തൊഴിലാളികൾ പ്രതിഷേധത്തിലാണ്. അതിന്റെ ഭാഗമായ പ്രതിഷേധത്തെ സംബന്ധിച്ച് ഇതിനകത്ത് വരുത്തിയിട്ടുള്ള മാറ്റങ്ങളിൽ ഒരു പുനർവിചിന്തനം വേണമെന്ന് എന്ന കാര്യം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും ഈ സ്ഥാപനത്തിലെ INTUCയുടെ പ്രസിഡന്റ് കൂടിയായ ഈ സ്ഥാപനത്തിലെ INTUC പ്രവർത്തകർക്ക് നേതൃത്വം കൊടുക്കുന്ന അതിന്റെ പ്രസിഡന്റ് കൂടിയായ പ്രിയപ്പെട്ട ശ്രീ TU രാധാകൃഷ്ണൻ എന്ന ex-MLA ഇവിടേക്ക് കടന്നു വന്നത്. അദ്ദേഹം ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വന്ന സമയത്ത് ഇതിന്റെ MD സ്വീകരിച്ച പെരുമാറ്റത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ സമീപനത്തെ സംബന്ധിച്ചൊക്കെ നേരത്തെ സംസാരിച്ച നേതാക്കന്മാരോട് സൂചിപ്പിച്ചു. പൊയ്യ മണ്ഡലം പ്രസിഡന്റ് ബൈജു കണ്ടപ്പശ്ശേരി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ, പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ്, DCC സെക്രട്ടറിമാരായ TD ജോസ്, അബ്ദുൽ കരീം, AA അഷ്റഫ് എന്നിവർ സംസാരിച്ചു.
ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ മാള ഏരിയ കൺവെൻഷൻ നടന്നു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. ഒരു പാർപ്പിടം, ഏതൊരു ബിൽഡിംഗ് പണിയാണെങ്കിലും നമ്മളുടെ കൈരേഖ 18 അത് മുന്നോട്ട് പോകുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ലൈഫ് ഭവന പദ്ധതി. ഒട്ടേറെ ലൈഫ് ഭവന പദ്ധതികൾ നമ്മൾക്ക് നടപ്പിലാക്കാനായിട്ട് സാധിച്ചു. ഓരോ പഞ്ചായത്തിൻ്റെ ആയാലും മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷൻ ആയാലും നല്ലൊരു പദ്ധതിയായിട്ട് നമുക്ക് ഒട്ടനവധി വീടുകൾ പണിത് കൊടുക്കാനായിട്ട് സാധിച്ചു. അത് ചെറിയ ഒരു സ്ക്വയർ ഫീറ്റിലൂടെയാണ്, 450 സ്ക്വയർ ഫീറ്റിലൂടെ അവർക്ക് കയറി കിടക്കാനായിട്ട് ഒരു ഇടം കണ്ടെത്തി കൊടുക്കുന്ന ഒരു പദ്ധതിയായിട്ട് ഭൂമിയില്ലാത്തവർക്കും വീടില്ലാത്തവർക്കും ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതേപോലെ തന്നെയാണ് മറ്റുള്ള വീടുകളായാലും മറ്റുള്ള ഏത് കെട്ടിടങ്ങളായാലും നമ്മളുടെ കൈകളിലൂടെയാണ് അത് പോകുന്നത്. മാള ഏരിയ പ്രസിഡന്റ് ഡിക്സൺ എ സിമേദി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. ഫെഡറേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് OV ജയചന്ദ്രൻ, PS ഷിൻജ, ഷീന ബിജുകുമാർ, DV ജിതിൻ, KB അമ്പിളി, TC നിമൽ, AS നിഷാദ്, സുരേഷ് കുമാർ, KC ത്യാഗരാജൻ, EJ ഫ്രാൻസിസ്, KK ഹരി എന്നിവർ സംസാരിച്ചു. CPI മാള ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ON പുഷ്പൻ അനുസ്മരണവും പാർട്ടി പഠന ക്ലാസും നടന്നു. VK രാജൻ സ്മാരക മന്ദിരത്തിൽ നടന്ന അനുസ്മരണം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. MR അപ്പക്കുട്ടൻ, TN വേണു, AM ഹക്കിം, ഇന്ദിര ദിവാകരൻ, BM വത്സൻ, BM ചന്ദ്രബോസ് എന്നിവർ പങ്കെടുത്തു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KS ജയ ക്ലാസ് നയിച്ചു. അപകടതയോടെ പഠിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ കുറച്ചും കൂടി ശക്തി പ്രാപിക്കാൻ തുടങ്ങിയെന്ന്. ഈ സമയത്ത് ഇത് ശക്തി പ്രാപിക്കാനുണ്ടായ മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് ബംഗാളി ഭാഷയിലും മറാഠി ഭാഷയിലും ഒക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പരിഭാഷപ്പെടുത്തും. അപ്പോൾ സ്വാഭാവികമായി നമുക്കറിയാം, എല്ലാ പുത്തൻ ആശയങ്ങളുടെയും വിളനിലമായി നാം കാണുന്നത് ബംഗാളാണ്. ആ ബംഗാളി ഭാഷയിലും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെ മറാത്തി ഭാഷയിലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പരിഭാഷപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്നുള്ളതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ ATM കവർച്ച നടത്തിയ സംഘം പിടിയിൽ. ഹരിയാന സ്വദേശികളെ പിടികൂടിയത് നാമക്കലിൽ നിന്ന്. തമിഴ്നാട് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊള്ളസംഘത്തിലെ ഒരാൾ കൊല്ലപ്പെട്ടു. കയ്പമംഗലത്ത് ഇറീഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ സ്വദേശിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി ആംബുലൻസിൽ ഉപേക്ഷിച്ച കേസിൽ 9 പ്രതികൾ അറസ്റ്റിൽ. മാള കോട്ടക്കൽ സെന്റ് തെരേസാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ബിരുദദാന ചടങ്ങും നടന്നു. റിഗാലിയ ചടങ്ങിന്റെ ഉദ്ഘാടനം മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് നിർവഹിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.